ടോപ്പ് കറന്റ് അഫയേഴ്സ് 10 മിനിറ്റ്സിൽ ഡോട്ട്സ് അക്കാഡമിയുടെ സീരീസ് തുടരുന്നു. നമുക്ക് ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യം നോക്കാം. വിച്ച് കൺട്രി ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് എ റെസൊല്യൂഷൻ ദാറ്റ് വാസ് അഡോപ്റ്റഡ് ബൈ ദി യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ടു എസ്റ്റാബ്ലിഷ് എ മെമ്മോറിയൽ വാൾ ഇൻ ഓണർ ഓഫ് ഫോളൻ പീസ് കീപ്പേഴ്സ്? സോ ഫോളൻ പീസ് കീപ്പേഴ്സിന് വേണ്ടിയിട്ട് ഒരു മെമ്മോറിയൽ വാൾ വേണമെന്ന് പറഞ്ഞിട്ട് UNGA യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഏത് കൺട്രിയാണ്? ഏത് കൺട്രി ആവാനാണ് സാധ്യത? ഏറ്റവും കൂടുതൽ ഫോളൻ പീസ് കീപ്പേഴ്സ് ഉള്ള കൺട്രി ആയിരിക്കും അങ്ങനെ ഒരു ഡിമാൻഡ് വയ്ക്കുന്നത്. അപ്പം അതേതാണ് രാജ്യം? ഇന്ത്യ തന്നെയാണ്. സോ ദ റെസൊല്യൂഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഇന്ത്യ ഈസ് ടു എസ്റ്റാബ്ലിഷ് എ മെമ്മോറിയൽ വാൾ ഇൻ ദ UN headquarters to honor fallen peacekeepers, and India has contributed nearly 1,95,000 troops, the largest number from any country. പോപ്പുലേഷനും അത്രയും ഉണ്ട്. ഓക്കെ, സോ അത്രയും ട്രൂപ്സിനെ നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ട് ടു ദ UN പീസ് കീപ്പിംഗ് ഫോഴ്സ്. റൈറ്റ്, നമുക്കിനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ദ വിമൻ 20, ദാറ്റ് ഈസ് വേൾഡ് 20 സമ്മിറ്റ് 2024 വാസ് ഹെൽഡ് ഇൻ. സോ ഈ W20 അല്ലെങ്കിൽ വിമൻ 20 സമ്മിറ്റ് എന്ന് പറയുന്നത് G20യുടെ ഒരു ഭാഗമാണ്. G20യുടെ ഒരു ഒഫീഷ്യൽ ഇൻഡിപെൻഡൻറ്റ് എൻഗേജ്മെൻറ്റ് ഗ്രൂപ്പാണ് W20 എന്ന് പറയുന്നത്. സോ ദിസ് സമ്മിറ്റ് വാസ് ഹെൽഡ് ഇൻ ബ്രസീൽ, റയോ ഡി ജനേറോ എന്ന് പറയുന്ന സ്ഥലത്ത് ബ്രസീലിലാണ് ഇത് നടന്നത്. ആൻഡ് ഇറ്റ് ഫോക്കസ്ഡ് ഓൺ പ്രൊമോട്ടിംഗ് ജെൻഡർ ഇക്വിറ്റി ആൻഡ് വിമൻസ് ഇക്കണോമിക് എംപവർമെൻറ്റ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ പ്ലെയേഴ്സ് ഹൂ മെയ്ഡ് ഹിസ്റ്ററി ബൈ വിന്നിംഗ് ഇന്ത്യാസ് ഫസ്റ്റ് എവർ BWF സൂപ്പർ 1000 ടൈറ്റിൽ അറ്റ് ദി ഇന്തോനേഷ്യൻ ഓപ്പൺ. സോ ഇന്തോനേഷ്യ ഓപ്പൺ BWF സൂപ്പർ ഇസ് റിലേറ്റഡ് ടു ബാഡ്മിൻ്റൺ. അപ്പം ഏതാണ് ആ പ്ലെയേഴ്സ്? സച്ചി എന്ന് നമ്മൾ അറിയപ്പെടുന്ന രണ്ട് പേരാണ്. ആരൊക്കെയാണത്? സാത്വിക് സായിരാജ് റാങ്കി റെഡ്ഡി ആൻഡ് ചിരാഗ് ഷെട്ടി. ഇവർ രണ്ടുപേരുമാണ് ദി മെയ്ഡ് ഹിസ്റ്ററി by winning this India's first ever BWF super 1000 title, and they had beaten the world number 1 and the reigning world champions on their way to the Indonesian Open badminton title. Okay, ആ പേര് ഓർത്ത് വയ്ക്കുക. they are related to badminton and BWF super 1000 title ആണ് കിട്ടിയിരിക്കുന്നത്. Next question, the present prime minister of Finland. The present prime minister of Finland is ആൻറ്റി പെട്ടേരി ഓർപ്പോ. 47th പ്രൈം മിനിസ്റ്റർ ഓഫ് ഫിൻലാൻഡ് ആണ്. ഫിൻലാൻഡിൻ്റെ ക്യാപിറ്റൽ എന്താണ്? ഹെൽസിങ്കിയാണ് ഫിൻലാൻഡിൻ്റെ ക്യാപിറ്റൽ. അത് ഓർത്ത് വയ്ക്കുക. ആൻഡ് ദെൻ അസ്യൂംഡ് ഓഫീസ് ഓൺ 20th June 2023. സ്പീക്കർ ഓഫ് പാർലമെൻ്റ് ആയിട്ട് നേരത്തെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ആൻഡ് മിനിസ്റ്റർ ഓഫ് വേരിയസ് പോർട്ട്ഫോളിയോസ്. റൈറ്റ്, സോ ദാറ്റ് ഈസ് ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഫിൻലാൻഡ്. Now next question, which is the first Central European country to legalize same-sex marriage? Central European country ആണ് to legalize same-sex marriage, and this is the first Central European country. ഇതുവരെ മറ്റൊരു Central European country ലീഗലൈസ് ചെയ്തിട്ടില്ല same-sex marriage. ആ കൺട്രിയാണ് എസ്റ്റോണിയ. So same-sex marriage is legal in much of Western Europe but not in Central European countries. And Central European countries in the history are, they were once ruled by the communist rulers, and then they were also the members of the Moscow-led വാർസോ പാക്ട് അലയൻസിൻ്റെ ഭാഗമായിരുന്ന കൺട്രീസാണ് സെൻട്രൽ യൂറോപ്യൻ കൺട്രി. ഇപ്പോൾ എസ്റ്റോണിയ ഓർത്ത് വയ്ക്കുക. ദേ ആർ ദി പാർട്ട് ഓഫ് സെൻട്രൽ യൂറോപ്യൻ കൺട്രി, ആൻഡ് സെയിം സെക്സ് മാരേജ് ആദ്യമായിട്ട് ലീഗലൈസ് ചെയ്തതും ഈ സെൻട്രൽ യൂറോപ്യൻ കൺട്രിയാണ്. Now next question, which state has launched the Anna Bhagya scheme which guarantees 10 kg of rice to BPL card holders? സോ BPL കാർഡ് ഹോൾഡേഴ്സിന് 10 കിലോ വരെ അരി കൊടുക്കുന്ന അന്നഭാഗ്യ യോജന എന്ന് പറയുന്നത്, സ്കീം എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിൻ്റെയാണ്? ഏത് സ്റ്റേറ്റിൻ്റെ ആയിരിക്കും? സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആവാനാണ് സാധ്യത കൂടുതൽ പേര് കണ്ടിട്ട്, അല്ലേ? സോ ഇറ്റ് ഈസ് ദി സ്കീം ഓഫ് കർണാടക, ആൻഡ് ദിസ് ഈസ് ഓൾസോ കോൾഡ് ആസ് കർണാടക ഫ്രീ റൈസ് ഡിസ്ട്രിബ്യൂഷൻ സ്കീം, ഇൻ വിച്ച് ഫ്രീ ഓഫ് കോസ്റ്റ് ഫുഡ് ഗ്രെയിൻസ് വിൽ ബി ഗിവൺ ടു ദ പീപ്പിൾ ഓഫ് സ്റ്റേറ്റ് ബിലോങ്ങിങ് ടു ദ ബിലോ പോവർട്ടി ലൈൻ. സോ BPL കാറ്റഗറിയിൽ പെട്ട ബിലോ പോവർട്ടി ലൈനിൽ പെട്ട സ്റ്റേറ്റിലെ എല്ലാവർക്കും തന്നെ 10 കിലോ വരെ അരി കൊടുക്കുന്ന സ്കീമാണ് അന്നഭാഗ്യ യോജന. ആൻഡ് ദർ ഈസ് നോ ക്യാപ്പ് ഓൺ ഫാമിലി മെമ്പേഴ്സ്. എവ്രി ഫാമിലി മെമ്പർ വിൽ ഗെറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് 10 കിലോഗ്രാം റൈസ് പെർ മന്ത് പെർ ഹെഡ്. അപ്പോൾ ഒരു മാസം ഒരു ഫാമിലി മെമ്പർക്ക് 10 കിലോ അരി വരെ കൊടുക്കുമെന്നുള്ളതാണ് ഈ സ്കീമിൻ്റെ പ്രത്യേകത. ഈ സ്കീം ഇപ്പോഴും ന്യൂസിലുണ്ട്. അതെന്താണെന്ന് വിചാരിച്ചാൽ ഈ സ്കീം വഴി ഫ്രീ ഓഫ് കോസ്റ്റ് അരി കൊടുക്കാനില്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഈ അന്നഭാഗ്യ യോജന സ്കീം ഒന്ന് നോക്കി വയ്ക്കുക. കാരണം അത് മുടങ്ങാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടാണ്
ന്യൂസ് വന്നത്. ഓക്കെ, സോ കർണാടക ആൻഡ് അന്ന ഭാഗ്യസ്കി. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദ വർക്ക് ഫോർ വിച്ച് അരുന്ധതി റോയ് വിൻസ് ദി 45th യൂറോപ്യൻ എസ്സേ പ്രൈസ്. സോ യൂറോപ്യൻ എസ്സേ പ്രൈസ് അരുന്ധതി റോയുടെ ഏതോ ഒരു വർക്കിന് കിട്ടിയിട്ടുണ്ട്. അത് ഏത് വർക്കാണെന്നുള്ളതാണ് ചോദ്യം. അവരുടെ വർക്കിൻ്റെ പേരാണ് ആസാദി. സോ അരുന്ധതി റോയ് ബിക്കേം ദ ഫസ്റ്റ് ഇന്ത്യൻ റെസിപ്പിയൻറ്റ് ഓഫ് ദിസ് കവീറ്റഡ് അവാർഡ്. ഈ കവീറ്റഡ് അവാർഡിൻ്റെ ഫസ്റ്റ് ഇന്ത്യൻ റെസിപ്പിയൻ്റ് ആണ് അരുന്ധതി റോയ്. പഠിച്ചു വെക്കുക, ആസാദി എന്നാണ് അവരുടെ വർക്കിൻ്റെ പേര്. ആൻഡ് ഇതിന് ഒരു യൂറോപ്യൻ നെയിം ഉണ്ട്. ഓക്കെ, സോ സിൻസ് ഐ ഡോണ്ട് നോ ഹൗ ടു പ്രൊനൗൺസ് ഇറ്റ്, നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. ആൻഡ് ഷീ വാസ് ഗിവൺ ₹18 lakh ഇൻ പ്രൈസ് മണി ഫോർ ദി ട്രാൻസ്ലേഷൻ. സോ 18 lakh പ്രൈസ് മണി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ട്രാൻസ്ലേഷൻ ഓഫ് ആസാദി, ഫ്രീഡം, ഫാഷിസം, ഫിക്ഷൻ. അതാണ് ആ ബുക്കിൻ്റെ പേര്. ആസാദി, ഫ്രീഡം, ഫാഷിസം ആൻഡ് ഫ്രിക്ഷൻ. അത് ഫ്രഞ്ചിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. Who has won the prestigious German Peace Prize 2024? So German Peace Prize 2024 ആർക്കാണ് ലഭിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ഇൻഫാക്റ്റ് ഇത് ഈ 2024 ആർക്ക് കിട്ടി എന്നുള്ളതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 2023 ആർക്ക് കിട്ടി എന്നുള്ളത്. സോ ജർമ്മൻ പീസ് പ്രൈസ് 2023 കിട്ടിയ റെസിപ്പിയൻ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഫേമസ് നോവലിസ്റ്റ്, ഫേമസ് ഓഥർ സൽമാൻ റഷ്ദിയാണ് 2023 റെസിപ്പിയൻ. 2024 റെസിപ്പിയൻ്റ് എന്ന് പറയുന്നത് ആൻ ആപ്പിൾബോം ആണ്. ആൻ ആപ്പിൾബോം പോളിഷ് അമേരിക്കൻ ഹിസ്റ്റോറിയൻ ആൻഡ് ജേർണലിസ്റ്റ് ആണ് ഈ പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ നെയിം ഇങ്ങനെയാണ്: പീസ് പ്രൈസ് ഓഫ് ദി ജർമ്മൻ ബുക്ക് ട്രേഡ് എന്നാണ് പറയുന്നത്. പീസ് പ്രൈസ് ഓഫ് ദി ജർമ്മൻ ബുക്ക് ട്രേഡ്. ആൻഡ് ഒട്ടുമിക്ക അതോറിറ്റേറിയൻ റെഷീംസിന് അഗെയിൻസ്റ്റ് ആണ്, ഒരു ഫ്രീക്വൻറ്റ് ക്രിട്ടിക്കാണ് ആൻ ആപ്പിൾബോം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Which is the term used to refer to the repetitive, mundane and time-consuming tasks performed in digital environments? So, digital environmentsൽ വളരെ ബോറിംഗ് ആയിട്ടുള്ള, റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള, മണ്ടെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നോട്ട് എക്സൈറ്റിംഗ്, വെരി കോമൺ പ്ലേസ്. സോ മണ്ടെയിൻ, ടൈം കൺസ്യൂമിങ്, വെരി ബോറിംഗ് ആയിട്ടുള്ള ടാസ്ക് ഡിജിറ്റൽ എൻവയൺമെൻറ്റിൽ പെർഫോം ചെയ്യുമ്പം നമ്മൾ അതിന് എന്ത് പേരാണ് വിളിക്കുന്നതെന്നാണ് ചോദ്യം. എന്ത് പേരാണ് വിളിക്കുന്നത്? അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഡിജിറ്റൽ ഡ്രജറി എന്നുള്ളത്. ഡ്രജറി എന്ന് പറഞ്ഞാൽ തന്നെ വെരി ബോറിംഗ് എന്നുള്ളതാണ്. ബോറിംഗ് റെപ്പറ്റേറ്റീവ് ടാസ്കിനാണ് ഡ്രജറി എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. സോ ഡിജിറ്റൽ ഡ്രജറി എന്ന് പറഞ്ഞാൽ ഡിജിറ്റലായിട്ട് ഡ്രജറി ചെയ്യുമ്പോൾ ഡിജിറ്റൽ ഡ്രജറി. ഓക്കെ, ഇറ്റ് ഓഫൻ ഇൻവോൾവ്സ് മാനുവൽ ഡേറ്റ എൻട്രി, ഡേറ്റ പ്രോസസ്സിംഗ് ആൻഡ് അതർ റെപ്പറ്റേറ്റീവ് ആക്ടിവിറ്റീസ് ദാറ്റ് ക്യാൻ ബി ഓട്ടോമേറ്റഡ്. ഇതൊക്കെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, കാരണം അതൊക്കെ റെപ്പറ്റേറ്റീവ് ടാസ്ക്കാണ്. ഇവിടെയാണ് ആരുടെ റോള് വരുന്നത്? AI-യുടെ റോള് വരുന്നത്. സോ ജനറേറ്റീവ് AI ഈസ് സീൻ ആസ് എ പൊട്ടൻഷ്യൽ ടു എലിമിനേറ്റ് ദിസ് ഡിജിറ്റൽ ഡ്രജറി. Right. Now coming to the last question. Which is the organization in India responsible for the management of Gurudwaras? Gurudwaras അറിയാലോ, സിഖ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആണ്. ആൻഡ് വർഷിപ്പ് ഇൻ ദ സ്റ്റേറ്റ്സ് ഓഫ് പഞ്ചാബ് ആൻഡ് ഹിമാചൽ പ്രദേശ് ആൻഡ് ദ യൂണിയൻ ടെറിട്ടറി ഓഫ് ചണ്ഡീഗഡ്. സോ പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് ആൻഡ് ദ യൂണിയൻ ടെറിട്ടറി ഓഫ് ചണ്ഡീഗഡിൽ ഗുരുദ്വാരയുടെ ഏത് ഓർഗനൈസേഷനാണ് റെസ്പോൺസിബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 സ്ഥലം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പഞ്ചാബ്, ഹരിയാന അല്ല കേട്ടോ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് ആൻഡ് ചണ്ഡീഗഡ് ആണ്. സോ ആ ഓർഗനൈസേഷൻ്റെ പേരാണ് ശിരോമണി ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റി. ശിരോമണി ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റി എന്ന് പറയുന്നത് വളരെ പഴയ ഒരു ഓർഗനൈസേഷനാണ്. ആൻഡ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് November 15, 1920. സോ 1920 എസ്റ്റാബ്ലിഷ് ചെയ്ത പഴയൊരു ഓർഗനൈസേഷനാണ്. അമൃത്സറിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് ഈ ശിരോമണി ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റി. ആൻഡ് വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി? ദിസ് ഇസ് ദി അപ്പെക്സ് ഗവേണിംഗ് ബോഡി. സോ ദ ഹയസ്റ്റ് ഗവേണിംഗ് ബോഡി ഓഫ് സിഖ് ഗുരുദ്വാരാസ് ഇൻ ദ സ്റ്റേറ്റ്സ് ഓഫ് പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് ആൻഡ് ചണ്ഡീഗഡ്. അപ്പം അത് ഓർത്ത് വയ്ക്കുക, ശിരോമണി ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റി. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണോ? വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്